ഓട്ടോമാറ്റിക് AT CVT ഗിയർ ബോക്സിൽ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവർ പലപ്പോഴും എന്നെ വിളിച്ചു ചോദിക്കലുണ്ട് ഞങ്ങളുടെ വാഹനത്തിന്റെ കീ സോക്കറ്റിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ കീ സോക്കറ്റിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റാതെ നിങ്ങളുടെ വാഹനത്തിന്റെ ഗിയർ പാർക്കിംഗ് ബ്രേക്കിലേക്ക് ഇടാത്ത കാരണം നിങ്ങൾ പാർക്കിംഗ് ബ്രേക്കിലേക്ക് ഇടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ കീ ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലെ ഊരിയെടുക്കാൻ സാധിക്കില്ല. വാഹനത്തിന്റെ ഗിയർ എപ്പോഴും പാർക്കിംഗ് ബ്രേക്കിൽ നിങ്ങൾ വാഹനം നിർത്തിയിടുന്ന സമയത്ത് പാർക്കിംഗ് ബ്രേക്കിൽ ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ വാഹനത്തിന്റെ കീ നിങ്ങൾ സോക്കറ്റിൽ നിന്ന് ഊരിയെടുക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന്റെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ചെറിയ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2010 മോഡലിൽ നിൽക്കുന്ന ഒരു ഹ്യൂണ്ടായിന്റെ i10 എന്ന വാഹനം സ്പോർട്സ് എന്ന വേരിയന്റിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. AT ഗിയർ ബോക്സിൽ നിന്നൊരു വാഹനമാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന 1.2 ലിറ്റർ കാപ്പ എഞ്ചിനിൽ വരുന്ന ഒരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഒരു ബീജ് ആൻഡ് റെഡിന്റെ ഒരു തീമിലാണ് ഇത് വന്നിട്ടുള്ളത്. ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. സ്റ്റാരിംഗ് വീലിനകത്തൊക്കെ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന താരതമ്യേന മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന മെയിൻ്റനൻസ് കാര്യങ്ങൾ എല്ലാം കുറഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ് ഹ്യൂണ്ടായിന്റെ i10 എന്ന വാഹനം. ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 2 വീലറിൽ നിന്ന് 4 വീലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നവർക്ക് താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ലൊരു ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. എക്സ്റ്റീരിയറിലും അധികം റീപെയിന്റ് വർക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്നു. മറ്റൊരു ഏറ്റവും വലിയൊരു യൂണീക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ യൂണീക്കല്ല, ഈ ഒരു വാഹനം എൻ്റെ അടുത്ത് 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. 2020 ഞാൻ ഈ ഒരു വാഹനം എറണാകുളത്ത് നിന്ന് ഞാൻ ഒരു പാർട്ടിയിൽ ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു. ഫസ്റ്റ് ഓണറിൽ നിന്ന് സെക്കൻഡ് ഓണർക്ക് ഞാൻ കൊടുത്തു. അതിനുശേഷം 3ാമത്തെ ഓണർക്കും ഞാൻ തന്നെ ആയിരുന്നു ഈ ഒരു വാഹനം കൊടുക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ ഒരു വാഹനം 3rd ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. 3ാമത്തെ ഓണർ പിന്നെ പുള്ളി വേറെ ഒരു ഷോറൂമിലൊക്കെ കൊടുത്തിട്ട് അവർ മുഖാന്തരമാണ് പിന്നെ എനിക്ക് ഈ ഒരു വാഹനം വീണ്ടും എൻ്റെ കയ്യിലേക്ക് തന്നെ വീണ്ടും എത്തിയത്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകാൻ താല്പര്യമില്ലാത്ത 4 വർഷമായിട്ട് ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഈ 2010 മോഡലിൽ നിൽക്കുന്ന ഹ്യൂണ്ടായി i10 എന്ന വാഹനം. ഒരു ആവറേജ് ടയർ കണ്ടീഷനും കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഈ ഒരു വാഹനം നമുക്ക് വെറും 2 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനം. മാത്രമല്ല 2 വീലറിൽ നിന്ന് 4 വീലിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നവർക്ക് പഠിക്കാൻ വാഹനം ഓടിക്കാൻ ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം ഉള്ളവർക്ക് സൂട്ടബിൾ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് ഹ്യൂണ്ടായിന്റെ i10 എന്നുള്ള AT ഗിയർ ബോക്സ് വരുന്ന വാഹനം. മറ്റൊരു പുതിയൊരു ഓട്ടോമാറ്റിക് വാഹനം നമ്മുടെ സ്റ്റോക്ക് കയറുന്നുണ്ട്. ഓട്ടോമാറ്റിക് എന്നല്ലേ, ഓട്ടോമാറ്റിക് ആണ്. CVT ഗിയർ ബോക്സിൽ നിന്നൊരു മാരുതിയുടെ സിയാസ് സഡാൻ സെഗ്മെന്റ് എന്ന വാഹനമാണ്. ജസ്റ്റ് സ്റ്റോക്ക് കയറുന്നേ ഉള്ളൂ. വീഡിയോ എടുത്ത സമയത്താണ് ഇതിങ്ങനെ കയറി വരുന്നത്. 2015 മോഡലിൽ നിൽക്കുന്ന മാരുതിയുടെ സിയാസ് KL 29 കായംകുളം രജിസ്ട്രേഷനിൽ ഇരുന്ന വാഹനം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ്. ഇത് CVT ഗിയർ ബോക്സ് ആണ്. ഇത് കിലോമീറ്റർ വരുന്നത് വരുന്നത് ഏകദേശം 73,000 കിലോമീറ്ററാണ് നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. ZXA എന്ന ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. ബട്ടൺ സ്റ്റാർട്ട്, അതേപോലെ ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കമ്പനി കവറിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കവറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആവറേജ് ടയർ കണ്ടീഷൻ നിൽക്കുന്നു. ABS, എയർ ബാഗ് തുടങ്ങിയുള്ള ഫീച്ചേഴ്സ് നിൽക്കുന്നു. ബാക്ക് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിലും എവിടെയും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. നമ്പർ പ്ലേറ്റിന് ചെറിയ രീതിയിൽ ഫെയ്ഡ് ആയിരുന്നത് മാത്രമേ ഒരു ചെറിയ പോരായ്മകൾ ബാക്ക് പ്രൊഫൈലിൽ കാണാനുള്ളൂ. ബാലൻസ് ബാക്കി എവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം സിയാസ് ZXA ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ്. ഇത്തരത്തിൽ സെഡാൻ സെഗ്മെന്റിൽ വരുന്ന ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ 2 ഓട്ടോമാറ്റിക് വാഹനങ്ങളും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. വാഹനങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഞങ്ങൾ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക. ഇതുപോലത്തെ വാഹന വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.